ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. കൂടെയുണ്ടായിരുന്ന കുട്ടിയും ഓട്ടോ ഡ്രൈവറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ചാലക്കുടി കണ്ണമ്പുഴയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം ചാലക്കുടി പുഴയോട് ചേർന്നുള്ള സ്ഥലത്താണ് പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ സിനിമയുടെ പ്രമേയമാവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ടതെന്ന് പ്രശസ്ത സംവിധായകൻ കമൽ അഭിപ്രായപ്പെട്ടു. ബഹദൂറിന്റെ പേരിൽ അസ്മാബി കോളേജിൽ സ്ഥാപിതമായ സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് യാത്രക്കാരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. കൊടകര സ്വദേശികളായ അമ്മയ്ക്കും മകൾക്കുമാണ് പരിക്കേറ്റത്. ഇവരുടെ കൂടെയുണ്ടായിരുന്ന കുട്ടിയും ഓട്ടോ ഡ്രൈവറായ വെണ്ടൂർ സ്വദേശി ഷാജനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാലിന് പരിക്കേറ്റ യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ആമ്പല്ലൂർ വടക്കുമുറിയിലേക്ക് ഓട്ടം പോകുന്നതിനിടെ ഡ്രൈവർക്ക് തല ചുറ്റിയതാണ് ഓട്ടോ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കാൻ കാരണം. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് അപകട സൂചനയ്ക്കായി വെച്ചിരുന്ന ഡിവൈഡറിലേക്കാണ് ഓട്ടോ ഇടിച്ചു കയറിയത്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മീഡിയ ടൈം, കൊടകര. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ചാലക്കുടി കണ്ണമ്പുഴയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം ചാലക്കുടി പുഴയോട് ചേർന്നുള്ള സ്ഥലത്താണ് പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. മാർച്ച് 24-നാണ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ പുലിയെ കണ്ടത്. തുടർന്ന് വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ CMI സ്കൂളിന് സമീപത്തും പടിഞ്ഞാറെ ചാലക്കുടി ഭാഗങ്ങളിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ഒന്നിലധികം പുലികൾ ഉണ്ടെന്നാണ് വനവകുപ്പിന്റെ നിഗമനം. പ്രദേശത്ത് 3 RRT ടീമുകളായി തിരിഞ്ഞ് 18-20 വാർഡുകളിൽ നിരീക്ഷണം നടത്തി വരികയാണ്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ പ്രദേശത്ത് ഇന്നലെ രാത്രിയിൽ ഫോറസ്റ്റിൻ്റെ വിശദമായ പരിശോധനകൾ നടത്തി. കൂടുതൽ പഗ്മാർക്കുകൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് എൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ അവിടെ കൂട് സ്ഥാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് തെർമൽ ക്യാമറകളും ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തും. ആദ്യ ഭാഗമായിട്ടാണ് കൂടുതലായിട്ട് അവിടെ ഈ പുഴയോട് ചേർന്ന പ്രദേശത്ത്. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ മാധ്യമങ്ങൾക്ക് അപ്രഖ്യാപിത വിലക്ക്. ഭരണപക്ഷത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർ VM ജോണി ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ചു. ബജറ്റ് അവതരണം ഉൾപ്പെടെയുള്ള നഗരസഭാ യോഗങ്ങളിൽ നിന്നും മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കുന്ന നിലപാടിലാണ് ഭരണപക്ഷം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നഗരസഭാ യോഗത്തിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം അനുവദിക്കാറില്ല. ഇക്കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റ് അവതരണത്തിലും മാധ്യമങ്ങളെ ഒഴിവാക്കി. ഇതേ തുടർന്നാണ് പ്രതിപക്ഷത്തെ കോൺഗ്രസ് അംഗം VM ജോണി ഇന്ന് നടന്ന ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ചത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുന്നത് പോലും തടയുന്ന വിധത്തിൽ ജനാധിപത്യ വിരുദ്ധമായാണ് ഇടതുപക്ഷ ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്ന് VM ജോണി ആരോപിച്ചു. ഇളന്തിക്കര കോഴിത്തുരത്ത് മണൽ ബണ്ടിന് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പറവൂർ മൂകാംബി റോഡ് തെക്കിനിയടത്ത് മനീക് പൗലോസിന്റെയും ടീനയുടെയും മകൻ 17 വയസ്സുള്ള മാനവാണ് മരിച്ചത്. ബുധൻ വൈകിട്ട് 4-ന് മറ്റ് 7 സുഹൃത്തുക്കൾക്കൊപ്പമാണ് മാനവ് ഇവിടെ എത്തിയത്. ആദ്യം ഒരാൾ പുഴയിലിറങ്ങിയെങ്കിലും നീന്താൻ സാധിക്കാത്തതിനാൽ തിരിച്ചു കയറി. ഇതോടെ മാനവ് പുഴയിലേക്ക് നീന്താൻ ഇറങ്ങി. മാനവ് മുങ്ങിപ്പോകുന്നത് കണ്ട് സുഹൃത്ത് രക്ഷിക്കാനായി പിടിച്ചതോടെ 2 പേരും മുങ്ങി. ഉടനെ മറ്റൊരു സുഹൃത്ത് മാനവിനെ രക്ഷിക്കാൻ ശ്രമിച്ചയാളെ പിടിച്ചു കയറ്റി. എന്നാൽ മാനവ് പുഴയിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു എന്ന് പറയുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം തിരച്ചിലിൽ മാനവിനെ കണ്ടെത്തി. ചാലാക്ക മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അണ്ടർ 19 കേരള ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന മാനവ് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ബയോളജി വിദ്യാർത്ഥിയാണ്. മീഡിയ ടൈം, പറവൂർ.
സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഘടകമായതിനാൽ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ സിനിമയുടെ പ്രമേയമാവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് പ്രശസ്ത സംവിധായകൻ കമൽ അഭിപ്രായപ്പെട്ടു. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ നടനായിരുന്ന ബഹദൂറിന്റെ പേരിൽ അസ്മാബി കോളേജിൽ സ്ഥാപിതമായ സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമ അഭിനേതാവായിരുന്ന സുധീറിന്റെ പേരിൽ സ്ഥാപിതമായ പ്രിവ്യൂ തിയേറ്റർ, സിനിമാ സംവിധായകനും അഭിനേതാവുമായ ജോണി ആന്റണി, തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന മൊയ്തു പടിയത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഡിജിറ്റൽ പ്രൊഡക്ഷൻ ഹബ്ബ്, സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, IQAC റൂം, MES സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അബ്ദുൽ സലാം എന്നിവർ നിർവഹിച്ചു. ചടങ്ങിൽ MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, MES തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് PK മുഹമ്മദ് ഷബീർ, സെക്രട്ടറി KA അബ്ദുൽ ജമാൽ, MES ഭാരവാഹികളായ സലീം അറക്കൽ, ഷാഹിം, അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ്, അലുമിനി അസോസിയേഷൻ സെക്രട്ടറി നജീബ്, സെൽഫ് ഫിനാൻസിംഗ് കോഴ്സസ് ഡയറക്ടർ ഡോക്ടർ KP സുമേധൻ, പ്രശസ്ത കഥാകൃത്ത് സംവിധായകൻ സിദ്ദിഖ് ഷമീർ, യൂണിയൻ ചെയർമാൻ അമോക് സുരേഷ്, അധ്യാപക അനധ്യാപക ജീവനക്കാർ, PTA ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപക അനധ്യാപക ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് സിനിമയുടെ പ്രദർശനവും സിനിമയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും നടന്നു. ചർച്ചയ്ക്ക് സംവിധായകൻ കമൽ, മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിമുക്തി മിഷന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ് ക്ലാസ് നയിച്ചു. അറിയാതെ അത് അറിഞ്ഞുള്ള ആരെങ്കിലും ചെയ്യും. അച്ഛനോട് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. ഇതൊരു ഇങ്ങനെയാണ് ഉണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞതിൽ ശരിയല്ലോ? ശരിയില്ല. അതില് ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തിനു വേണ്ടി നമ്മൾ സ്കൂളിലേക്ക് കുട്ടീനെ അയക്കുന്നതിന് വേണ്ടി പറഞ്ഞു? അതിന് മക്കളെ നിങ്ങൾ പറയല്ലേ, നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കാം. നിങ്ങൾ അടിപൊളിയാണല്ലോ, അടിപൊളി കുട്ടികളാണ് അവിടുത്തെ. കാരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് എത്ര നേരമായിട്ട് നമ്മുടെ കുട്ടികൾ, നിങ്ങളുടെ അഷ്ടമിച്ചിറ സ്കൂളിലെ കുട്ടികൾ വളരെ സൈലന്റ് ആയിട്ട് ക്ലാസ് കേൾക്കുന്നു എന്നുള്ളത്. ഇത്രയും നല്ല കുട്ടികളെ ഞാൻ ഇപ്പൊ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഈ പറഞ്ഞതിനൊരു കാരണം ഉണ്ട്, ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, നീ പറ, ഇത് വേറെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പഠിക്കാൻ വേണ്ടിയിട്ടും നല്ല കുട്ടികളായിട്ട് പറഞ്ഞു. എന്തായാലും അവര് പറയുന്നതിന് ശരി, വേറെ പഠിക്കാൻ ശരിക്ക് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണോ സ്കൂളിലേക്ക് വിടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. ആദ്യം തന്നെ ചർച്ച ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണോ സ്കൂളിലേക്ക് വിടുന്നത് അല്ല എന്നുള്ളതാണ് പ്രധാനം. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പറയുന്നത്. അതിൽ ഒരെണ്ണം മാത്രമാണ് നേരത്തെ അവർ ഉത്തരം പറഞ്ഞിരുന്നു. എന്ത്? ഒപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. കുട്ടികളും രക്ഷിതാക്കളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. കുട്ടികൾ സ്വന്തം ഫോട്ടോയിൽ നിറങ്ങൾ ചേർത്ത കൈപ്പതിപ്പിച്ച് പ്രതീകാത്മകമായി ലഹരിക്കെതിരെ തങ്ങളുടെ പിന്തുണ പ്രകടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് KA തോമസ് മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാലയുടെയും CK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക റീഡിംഗ് റൂമിന്റെയും ആഭിമുഖ്യത്തിൽ ലോക നാടക ദിനമായ ഇന്ന് വനിതകളുടെ കലാ സാംസ്കാരിക ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ആ വനിതാ ദിനത്തിനോട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും കൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലേക്കുള്ള പരിപാടികൾ നടത്താമെന്നുള്ള ചിന്തയിലൂടെയായിരുന്നു ഒരു ഡേറ്റ് വെച്ചെങ്കിലും അന്ന് അടിയന്തരമായി തൃശ്ശൂര് മാലിന്യ മുക്ത നവകേരളത്തിന്റെ ഭാഗമായുള്ള മീറ്റിംഗിലേക്ക് പോകുന്നത് കൊണ്ടാണ് അന്നത് ഡേറ്റ് മാറ്റിവെച്ച്. നമ്മൾക്കറിയാം ഇന്ന് സ്ത്രീ സമൂഹം മാതൃകയായിക്കൊണ്ട് തന്നെയാണ് സമൂഹത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് പല കാര്യങ്ങളും പല പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു മേഖല എടുത്തു നോക്കിയാലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് നമ്മളുടെ വനിതകൾ തന്നെയാണ്. ഒരു കുടുംബശ്രീ പരിപാടിയായാലും ഏതൊരു പരിപാടിയായാലും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഏതൊരു പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലേക്ക് ഉന്മേഷത്തോടു കൂടി പെരുമാറുമ്പോഴും അത് നമ്മൾക്ക് സമൂഹത്തിന് വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു മാതൃകയിലൂടെ തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കണം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അമൃത സൂപ്പർ സ്റ്റാർ സിംഗർ ഫെയിം കുമാരി S ധ്രുവ, മികച്ച അമേച്ചർ നാടക നടി രജിത സന്തോഷ്, മികച്ച അംഗനവാടി ഹെൽപ്പർ KM ഷൈനി,
ദേശീയ ജൂനിയർ സെപക് താക്രോ ചാമ്പ്യൻ കുമാരി ജീൻ മരിയ ജിജു എന്നിവരെ ആദരിച്ചു. തുടർന്ന് വനിതാ ദിനം, ക്വിസ് മത്സരം, വിജയികൾക്കുള്ള സമ്മാനദാനം, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. പഞ്ചായത്ത് അംഗങ്ങളായ സാബു പോൾ എടാട്ടുകാരൻ, KV രഘു ജോർജ് നെല്ലിശ്ശേരി, ഉഷ ബാലൻ, ജിയോ ജോർജ്, ജിജു മാടപ്പള്ളി, യദു കൃഷ്ണൻ, സിന്ധു അശോക്, ജാഗ്രതാ കോർഡിനേറ്റർ നിതു, സെക്രട്ടറി GR ശാന്തി, ലൈബ്രറിയൻ PV അനീഷ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അസംഘടിത മേഖലകളിൽ തൊഴിലെടുക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാല ടൗണിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. CITU ഏരിയ പ്രസിഡന്റ് CS രഘു ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി MM നൌഷാദ് മനോഹരൻ, മല്ലിക സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പ്രസിഡന്റ് സാജൻ കുടിയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി കൂട്ടാല, ബിജി വിൽസൺ, PS സന്തോഷ് കുമാർ, സേതുമോൻ ചിറ്റേത്, നന്ദിത വിനോദ്, ബിനോയ് പൗലോസ്, റിൻസി ഷൈജൻ, പ്രിയ ലിജോ, ICDA സൂപ്പർവൈസർ ഡിനി വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. മാനവ മൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം പകർന്ന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ, ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം KS ഹുസൈൻ ഹാജി, സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാനും SNDP യൂണിയൻ സെക്രട്ടറിയുമായ KA ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂരുമഠത്തിൽ, നഗരസഭാ ഉപാധ്യക്ഷൻ C ശ്രീദേവി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് BO പൈലപ്പൻ എന്നിവർ സംസാരിച്ചു. പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി, മുൻ പ്രസിഡന്റുമാരായ ഷാലി മുരുങ്ങൂർ, അഡ്വക്കേറ്റ് NR സരിത, വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ്, മുൻ സെക്രട്ടറി സിജോ ചാദേലി, വിൽസൺ മേച്ചേരി, MS സദാനന്ദൻ, KB ബിനീഷ്, ബാബു അതിരപ്പിള്ളി, ഡിനോ കൈനാടത്ത്, ആഷിൻ പോൾ, OA അരുൺ ബാബു, രമേഷ് കുമാർ കുഴിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പോട്ട പാമ്പാബോട്ട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം 28 വെള്ളി, 29 ശനി, 30 ഞായർ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് കൊടിയേറ്റ് നടക്കും. ശനിയാഴ്ച വൈകിട്ട് 5-ന് ചമയ പ്രദർശനം. പ്രതിഷ്ഠാദിനമായ ഞായറാഴ്ച പുലർച്ചെ 5 മുതൽ ക്ഷേത്ര ചടങ്ങുകൾ. 2:30-ന് ആനയൂട്ട്, 3:30-ന് 5 ഗജവീരന്മാർ അണിനിരക്കുന്ന കാഴ്ച ശീവേലി, വൈകിട്ട് 6-ന് ദേവസ്വം മഠത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ്, രാത്രി 8:30-ന് വിളക്കാചാരം, രാത്രി 9-ന് രേവതി വിളക്കെഴുന്നള്ളിപ്പ്, രാത്രി 12:30-ന് മേളം എന്നിവ ഉണ്ടാകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മനോഹരൻ ചമ്പക്കര, ജനറൽ കൺവീനർ KR പീതാംബരൻ കോന്നോത്ത്, ഗജാൻജി രമേഷ് കുമാർ, മുരളീധരൻ ഉപ്പത്ത് എന്നിവർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ മുനിസിപ്പൽ ലൈബ്രറിയുടെ 112ാം വാർഷികാഘോഷവും ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനവും നടന്നു. VR സുനിൽകുമാർ MLA ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന MT വാസുദേവൻ നായർ അനുസ്മരണം, PN ഗോപികൃഷ്ണനും P ജയചന്ദ്രൻ അനുസ്മരണം ജയരാജ് വാര്യരും നിർവഹിച്ചു. വാർഷികാഘോഷ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, LC പോൾ, ഷീല പണിക്കശ്ശേരി, കൺവീനർമാരായ KR ജൈത്രൻ, രേഖ ശെൽപ്രകാശ്, നഗരസഭാ സെക്രട്ടറി NK വൃജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ ലൈബ്രറി എന്ന വിഷയത്തെ ആസ്പദമാക്കി നഗരസഭാ പരിധിയിലെ എല്ലാ സ്കൂളുകളെയും പങ്കെടുപ്പിച്ച് നടത്തിയ വീഡിയോ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും P ജയചന്ദ്രന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനമേളയും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. കൂടെയുണ്ടായിരുന്ന കുട്ടിയും ഓട്ടോ ഡ്രൈവറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ചാലക്കുടി കണ്ണമ്പുഴയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം ചാലക്കുടി പുഴയോട് ചേർന്നുള്ള സ്ഥലത്താണ് പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിച്ചിരിക്കുന്നത്.
സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ സിനിമയുടെ പ്രമേയമാവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ടതെന്ന് പ്രശസ്ത സംവിധായകൻ കമൽ അഭിപ്രായപ്പെട്ടു. ബഹദൂറിന്റെ പേരിൽ അസ്മാബി കോളേജിൽ സ്ഥാപിതമായ സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.